കല്യാണസുന്ദരതനും കാരുണ്യാമൃതലോചനം താരുണ്യനിത്യബോധായ ശ്രീനാരായണ ഗുരും ഭജേ. നമഃ ശ്രീനാരായണ ഗുരുദേവ മഹാത്മനെ അവതാരവരിഷ്ഠായ പൂർണ്ണബ്രഹ്മസ്വരൂപിണേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ സ്മര്യ പുരുഷനായ ദിവ്യശ്രീ പെരിങ്ങോട്ടുകര വിദ്യാനന്ദ സ്വാമികളുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദ്യമായി നമുക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാം. സ്വാമികൾ സാമാന്യരെ പരിഗണിക്കുമ്പോൾ അത്ര ഗണനീയനല്ല. ഇങ്ങനെയുള്ള മഹാത്മാക്കളെ കുറിച്ചൊക്കെയുള്ള പഠനവും വിചാരവും വരും കാലങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ആഗസ്റ്റ് 22 സഹോദരൻ അയ്യപ്പൻ്റെ ജന്മദിനമാണ്. അദ്ദേഹത്തെ പറ്റി സാമാന്യം എല്ലാവരും കേട്ടിട്ടുണ്ട്, പലതും അറിഞ്ഞിട്ടുണ്ട്. ഒരു പച്ചയായ മനുഷ്യൻ എന്ന നിലയിലാണ് ഇന്ന് അദ്ദേഹത്തെ സ്മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാമൂഹിക പരിഷ്കരണ ശ്രമങ്ങളെയോ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തെയോ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ നടുനായകത്വം വഹിച്ച അദ്ദേഹത്തിൻ്റെ ഭാഗിത്വത്തെയോ അങ്ങനെ ഗൗരവമായ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അദ്ദേഹം പ്രഥമമായി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഗുരുദേവന്റെ വത്സല ശിഷ്യനായിരുന്നു എന്ന് പറയാവുന്നതാണ്. അതുമാത്രമല്ല, കുമാരനാശാന്റെ പ്രീതി പിടിച്ചു പറ്റിയ അദ്ദേഹത്തിൻ്റെ കൂടി ഒരു ശിഷ്യൻ. സ്ഥിരമായി ഇതുപോലെ വാത്സല്യം ദീർഘകാലം ആശാൻ ഒരാളിൽ ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഹോദരൻ അയ്യപ്പൻ മാത്രമേ ഉള്ളൂ എന്ന് കാണാവുന്നതാണ്. അദ്ദേഹം ഒരു സമ്പന്ന ഭവനത്തിലല്ല ജനിച്ചത്. 5 സഹോദരിമാരും 3 സഹോദരന്മാരും ഉണ്ടായിരുന്ന അന്നത്തെ നിലയ്ക്കുള്ള ഒരു സാമാന്യ കുടുംബം. അദ്ദേഹത്തിൻ്റെ പിതാവ് നാട്ടിൽ അറിയപ്പെട്ടിരുന്ന ഒരു വൈദ്യരായിരുന്നു. മാതാവ് ഗൃഹഭരണത്തിൽ സമർത്ഥയും
പുരാണാദി സൽക്കഥകളിൽ പ്രവീണയുമായിരുന്നു. ആ മാതാവിൽ നിന്നും പകർന്നു കിട്ടിയ സംസ്കാരം, ആ മാതാവിനോട് തനിക്ക് എത്രമാത്രം കടപ്പാടുണ്ടായിരുന്നു എന്ന് അവസാന കാലങ്ങളിലും അമ്മയെ സ്മരിക്കുമ്പോൾ അദ്ദേഹം വികാരഭരിതനായി ചില സമയം ഉറച്ച ചുണ്ടുകളോടെ, നനഞ്ഞ കണ്ണുകളോടെ ആകുമായിരുന്നു എന്നതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. അച്ഛനാകട്ടെ മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, സഹോദര സ്നേഹം കൊണ്ട് അല്പം കഷ്ടസ്ഥിതിയിലായിരുന്ന ഒരു സഹോദരിക്ക് തൻ്റെ കുടുംബഭാഗം അത്രയും വിട്ടുകൊടുക്കുകയും ചെയ്തത്രേ. അത്ര വലിയ ത്യാഗിയായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന് വൈദ്യത്തിൽ നിന്നും നല്ല വരുമാനമുണ്ടായിരുന്നു. എന്നാൽ അതും ഒന്നും കരുതി വച്ചിരുന്നില്ല. അതെല്ലാം അപ്പപ്പോ തന്നെ ചെലവിട്ടുകൊണ്ടിരുന്നത്രേ. അത് ദാനമായും മറ്റും വരും. വിധി സഹോദരൻ അയ്യപ്പന് 2 വയസ്സുണ്ടായിരുന്നപ്പോൾ പിതാവ് മരണപ്പെടുകയാണ്. സഹോദരൻ അയ്യപ്പന് പിതാവിനെ കുറിച്ച് ഒരു സ്മരണയുമില്ല, ഓർമ്മയിലില്ല. ആ മുഖം പോലും ഓർമ്മയില്ല. ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു അയ്യപ്പൻ. അതുകൊണ്ട് മറ്റ് 8 പേരുടെയും 8 സഹോദരങ്ങളുടെയും മാതാവിൻ്റെയും വാത്സല്യങ്ങൾ അത്രയും അനുഭവിക്കാനൊരു ഭാഗ്യമുണ്ടായി. ഏക വരുമാനമായിരുന്ന വൈദ്യം അദ്ദേഹത്തിൻ്റെ മരണത്തോടെ നിലച്ചപ്പോൾ ആ കുടുംബം നേരിട്ട പ്രതിസന്ധി ഊഹിക്കാവുന്നതാണ്. അന്നം മുടങ്ങിയില്ല. കൂട്ടായ പരിശ്രമങ്ങളുണ്ടായിരുന്നു. ഇത് സൂചിപ്പിച്ചത് സാധാരണയിൽ നിന്നും താണ നിലയിൽ നിന്നാണ് ഇങ്ങനെയൊരു മഹാൻ ഉദയം ചെയ്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരാളെ കൂടി സ്മരിക്കാതെ പറ്റില്ല. അത് സഹോദരൻ അയ്യപ്പന്റെ ജ്യേഷ്ഠനായിരുന്ന അച്യുതൻ വൈദ്യർ. അദ്ദേഹം സ്വാത്വികനായിരുന്നു. ആത്മീയ ജീവിതം നയിച്ചയാളാണ്. കുടുംബത്തിൽ നിന്നും മാറി പ്രത്യേകം ഒരു പർണശാല കെട്ടി അതിലാണ് അദ്ദേഹം വസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സാമീപ്യത്തിൽ കുട്ടികളെ പോലും കളിക്കുവാനോ ഒച്ച വെക്കാനോ മുതിർന്നവർ അനുവദിച്ചിരുന്നില്ല. അത്ര ബഹുമാനം അദ്ദേഹത്തിനോട് കുടുംബാംഗങ്ങൾ മാത്രമല്ല, അയൽക്കാരും നാട്ടുകാരും എല്ലാം പുലർത്തിയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഗുരുദേവൻ ചെന്ന് സന്ദർശിക്കുമായിരുന്ന അപൂർവം ചിലരിൽ ഒരാളായിരുന്നു അച്യുതൻ വൈദ്യർ. അതിന് സന്ദർഭം ഗുരുദേവൻ കണ്ടെത്തുമായിരുന്നു. അച്യുതൻ വൈദ്യർ ഒരു നിഷ്ഠയിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു ലോകത്ത് അവിടെ തന്നെ കഴിയുകയുള്ളൂ. ഗുരുദേവൻ പോലും
സംഭാഷണം ചെയ്യാൻ, അതും എത്ര നേരമെന്നില്ല, ഒരു സൗകര്യവുമില്ലാത്ത ആ ഒരു കുടിലിലിരുന്ന് എത്ര നേരം വേണമെങ്കിലും സംഭാഷണത്തിൽ, വേദാന്ത വിചാരത്തിൽ മുഴുകാൻ താല്പര്യം കാട്ടിയിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വം എത്ര വലുതായിരിക്കും. അതുമാത്രമല്ല, മറ്റൊരു മഹാമനീഷിയായിരുന്ന ചട്ടമ്പി സ്വാമികൾ അച്യുതൻ വൈദ്യരുടെ സഹവാസം കൊതിച്ച് കൊച്ചിയിലെത്തുമായിരുന്നു. ദിവസങ്ങളോളം അവിടെ താമസിക്കുമായിരുന്നു. കുമാരനാശാൻ തിരക്കിട്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ അദ്ദേഹവും അച്യുതൻ വൈദ്യരുടെ ആ കുടിലിൽ വന്ന് താമസിക്കുമായിരുന്നു. അദ്ദേഹം ദീർഘ ആയുസ്സായിരുന്നില്ല. സഹോദരനയ്യപ്പൻ ഏതാണ്ട് ബാല്യദശ പിന്നിടുന്നതിന് മുമ്പേ അച്യുതൻ വൈദ്യരും മരിക്കുകയാണ്. അത് ആ നാടിന് വലിയൊരു നഷ്ടമായിരുന്നു. സാധാരണ മരണങ്ങളൊക്കെ ദിവസങ്ങൾ പോകെ പോകെ എല്ലാവരും മറക്കുകയാണ്. പക്ഷെ ആ നാട്ടിൽ അച്യുതൻ വൈദ്യരെ ഒരു നിമിഷമെങ്കിലും ഓർക്കാത്ത ആളുകളില്ലായിരുന്നു അത്രേ. ഒരു യാത്രക്കിടയിലാണ് ആശാൻ ഈ മരണവിവരം അറിയുന്നത്. അന്ന് രാത്രി തന്നെ അദ്ദേഹം ഒരു സ്നേഹിതന്റെ വിയോഗം എന്ന പേരിൽ അനുശോചന കവിത എഴുതി. കുമാരനാശാന്റെ സമ്പൂർണ്ണ കൃതികളിൽ അതുണ്ട്. പ്രിയമുള്ളവരെ, സഹോദരനയ്യപ്പന്റെ പശ്ചാത്തലം ഇതിൽ നിന്ന് ഏറെക്കുറെ ഊഹിക്കാം. എന്നാൽ പിതാവിൻ്റെ ആ പാരമ്പര്യത്തിലേക്കല്ല അദ്ദേഹം വന്നത്. അദ്ദേഹം വൈദ്യനായിരുന്നു. ആ പാരമ്പര്യത്തിലേക്ക് സഹോദരനയ്യപ്പൻ വന്നില്ല. അച്യുതൻ വൈദ്യർ സാത്വികനുമായിരുന്നു, ഭക്തനുമായിരുന്നു, കാവിയുടുക്കാത്ത സന്യാസി. വലിയൊരു പദവിയാണ്. അതിലേക്കും സഹോദരനയ്യപ്പൻ വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ വാസനയ്ക്കൊത്ത് വളരുകയാണ്. പരിമിതികളൊന്നും തടസ്സമാകാതെ. ഏതാണ്ട് അന്ത്യം ബോധ്യപ്പെട്ടപ്പോൾ അച്യുതൻ വൈദ്യർ അന്ത്യാഭിലാഷം പോലെ ശിഷ്ട സഹോദരങ്ങളോട് പറഞ്ഞത് അയ്യപ്പനെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്നാണ്. അന്ത്യാഭിലാഷം പോലെ അത് പറഞ്ഞതുകൊണ്ട് സാധാരണ അന്നത്തെ നാട്ട് വിദ്യാഭ്യാസം പോരാ അയ്യപ്പനെ എന്ന് അവർ നിശ്ചയിക്കുകയും തങ്ങളാലാവുന്നത് പോലെ അതിനെ സഹായിക്കുകയും ചെയ്തു. ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും തുറന്ന് ഉയർന്ന കലാശാലകളിൽ വിദ്യാഭ്യാസം ചെയ്യുവാൻ ആ കുടുംബത്തിന് ശേഷിയുണ്ടായിരുന്നില്ല. പലരുടെയും സഹായം തേടേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഗുരുദേവൻ തന്നെ സഹായിക്കുന്നുണ്ട്. ഉപരിപഠനം തിരുവനന്തപുരത്ത് നടക്കുവാനിടയായത് ഗുരുദേവന്റെ സഹായം കൊണ്ടാണ്. ഗുരുദേവൻ തന്നെയാണ് അങ്ങനെ നിർദ്ദേശിക്കുന്നത്. അവിടെ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ
ആലിമൂട്ടിൽ കൊച്ചുകുഞ്ഞു ചാന്നാർക്കും കുമാരനാശാനും കത്ത് കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് എത്തിക്കഴിയുമ്പോൾ അവിടെ പ്രസിദ്ധമായ പല ഇഴവ തറവാടുകളും ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം ശ്രദ്ധ അയ്യപ്പന്റെ മേൽ ഉണ്ടാകുന്നതിന് ഗുരുദേവൻ പലരോടും സൂചനകൾ കൊടുത്തിരുന്നു. ഒരു കുറവും കൂടാതെ പേട്ടയിലെ ആ ഭവനത്തിലും ഒക്കെ അയ്യപ്പന് സസുഖം കഴിയാമായിരുന്നു. പക്ഷേ സഹോദരൻ അയ്യപ്പൻ താമസിച്ചത് കുമാരനാശാന്റെ കൂടെയാണ്. കുമാരനാശാൻ ഏത് സാഹചര്യത്തിലൂടെയാണ് അന്ന് കഴിഞ്ഞു വന്നിരുന്നത് എന്നത് അറിയാത്തവരും ഉണ്ടാവും. സ്വന്തമായി ഒരു വീടില്ല, കുടുംബവും തറവാടും ഒക്കെ കായിക്കരയാണ്. തിരുവനന്തപുരത്ത് ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം അദ്ദേഹം കഴിഞ്ഞത് പി മാധവൻ വൈദ്യരുടെ വൈദ്യശാലയിലാണ്. മാധവൻ വൈദ്യർ ഗുരുദേവന്റെ സമാധിയെ തുടർന്ന് SNDP യോഗത്തിന്റെ സ്ഥിരം പ്രസിഡന്റായ ആളാണ്. ഡോക്ടർ പൽപുവിന്റെ സഹോദരനാണ്. ഒരു കുടുംബാംഗത്തെ പോലെ അവിടെ കഴിഞ്ഞു. പിന്നീട് കൈതമുക്കിൽ സ്വന്തമായി സംഘടിപ്പിച്ച ഒരു വിലക്ഷണമായ വീടെന്ന് പറയാം. വലിയ സൗകര്യങ്ങളൊന്നുമില്ല. അവിടെ ഏതാണ്ട് താമസം തുടങ്ങിയ സമയത്താണ് സഹോദരൻ അയ്യപ്പൻ പഠിക്കുവാൻ വരുന്നത്. അവിടുത്തെ ആ പരിമിതമായ സൗകര്യത്തിൽ കഴിഞ്ഞുകൂടാൻ സഹോദരൻ അയ്യപ്പൻ തയ്യാറാവുകയാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ആശാനും പയ്യനെ നല്ലവണ്ണം അങ്ങ് ബോധിച്ചു. അയാളുടെ ആത്മാർത്ഥത, അയാളുടെ ആ ശാരീരിക സൗഭഗത്വം, ആ മുഖം തന്നെ ആ നിഷ്കളങ്കത വിളിച്ചോതുന്നുണ്ട്. ഈ ആശാനെ ഈ പയ്യൻ എങ്ങനെ കയ്യിലെടുത്തു എന്ന് തിരുവനന്തപുരത്തെ പ്രമാണിമാർ അത്ഭുതം കൂറിയിട്ടുണ്ട്. എപ്പോഴും ഗൗരവത്തിൽ എന്ന് പറഞ്ഞാൽ ദേഷ്യത്തിൽ നിന്ന് തെറ്റിദ്ധരിക്കരുത്. അഗാധമായ ചിന്തയിൽ മുഴുകുന്നയാൾ. ഈ സർഗ സൃഷ്ടി പ്രക്രിയകളൊക്കെ അതുപോലെ ഏകാന്തതയിൽ വേണം. അതിൻ്റെതായ ശാന്തത വേണം. അതുകൊണ്ട് ആശാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ മുതിർന്നവർക്കൊക്കെ പണിയാണ്. കുട്ടികൾ കരയാതെ നോക്കണം, അപശബ്ദങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കണം. ഭയന്നിട്ടല്ല. ആശാന്റെ ആ സ്വഭാവത്തെ ഏറെക്കുറെ എല്ലാവരും മനസ്സിലാക്കിയിരുന്നു. ഇവിടെയും നമുക്കൊരു അത്ഭുതം കാണാം. ആശാന്റെ സാന്നിധ്യത്തിൽ എല്ലാവരും അടങ്ങുകയാണ്, ഒതുങ്ങുകയാണ് ചെയ്തിരുന്നത് എങ്കിൽ സഹോദരൻ അയ്യപ്പന്റെ സാന്നിധ്യത്തിൽ ആശാൻ ഇതിൽ നിന്നെല്ലാം വിരമിക്കുകയാണ്. കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ ആശാൻ സ്ഥലത്തുള്ളത് അറിയാം. സ്ഥലത്തില്ലാത്തപ്പോഴാണെങ്കിൽ ആ വീട്ടിലേക്ക് പോകും. സ്ഥലത്തുള്ളപ്പോഴാണെങ്കിലോ അയ്യപ്പൻ നേരെ ചെല്ലുന്നത് യോഗം ഓഫീസിലേക്കാണ്. അത് വാടക കെട്ടിടമാണ്, സ്വന്തമായ കെട്ടിടമില്ല. അദ്ദേഹം നല്ല ചിന്തയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണെങ്കിൽ പോലും
അയ്യപ്പൻ കടന്നു വരുമ്പോഴേ അതെല്ലാം മടക്കി വെക്കും. ചിലപ്പോ ഒരു പുഞ്ചിരി, ചില സമയം അന്ന് പകല് നേരമുണ്ടായ എന്തെങ്കിലും ഒരു നേരം പോക്ക് ആശാൻ സ്വയം ഇരുന്ന് ചിരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇഷ്ടമിത്രം വന്നു കഴിയുമ്പോൾ കുലുങ്ങിച്ചിരിക്കുകയാണ്. ആശാന്റെ ചിരിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പഴയ ഇഞ്ചൻ ഇരുന്ന് അത് വിറച്ചുകൊണ്ടാണ് അതിൻ്റെ ആ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. ചിലപ്പോൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് നിരങ്ങിപ്പോവും. അതുപോലെ മുഴക്കമുള്ള ചിരി. അത് ആശാനിലെ ആ സരസഭാവത്തിന്റെ ഒരു പ്രകടനവും കൂടിയാണ്. അയ്യപ്പൻ അങ്ങനത്തെ പ്രകടനമൊന്നുമില്ല. അതൊരു പ്രത്യേക സ്വഭാവമാണ്. എന്നാൽ ഇത് കാണുന്നത് അയ്യപ്പനേറെ പ്രിയമാണ്. പിന്നെ ഇതാ തൻ്റെ ആ അനുഭവങ്ങൾ, അന്നത്തെ അനുഭവങ്ങൾ ഈ കൊച്ചനുജനുമായിട്ട് പങ്കുവെക്കുകയാണ്. അത് അങ്ങനെ പറഞ്ഞു തീർന്നു. പിന്നെ ഇതാ സൂക്ഷിച്ച് ഒരു നോട്ടമുണ്ട്. ആ നോട്ടം തിരിച്ച് അയ്യപ്പനും നോക്കും. മൗനമായിട്ട് ഒരു നിലയിലാണ് അവരുടെ ആ ഇരിപ്പ്. പറയാതെ തന്നെ അവർ പലതും പറയുകയാണ്. പെട്ടെന്ന് ആശാൻ ഡയറി എടുക്കുന്നു. ആ ഡയറിയിൽ നിന്ന് ആദ്യത്തെ 1-2 വരി ഒന്ന് മൂളിക്കൊടുക്കുന്നു. എന്നിട്ട് ആ ഡയറി അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. ആശാൻ അത് കുറിച്ചിട്ടതിൻ്റെ മഷി ഉണങ്ങി വരുന്നതേ ഉള്ളായിരിക്കാം. അത്തരം ഈ കുറിപ്പുകളൊക്കെ അതിൻ്റെ മഷിയുടെ മണം മായുന്നതിന് മുമ്പ് തന്നെ വായിക്കാൻ ഭാഗ്യമുണ്ടാവുക. എന്നിട്ട് അതേക്കുറിച്ച് അയ്യപ്പൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ സാഗൂതം കേട്ടിരിക്കുക. അയ്യപ്പന് ആശാനേക്കാൾ 16-17 വയസ്സോളം കുറവാണെന്ന് ഓർക്കണം. അവിടെ ഇതുപോലൊരു മഹാമനുഷ്യന്റെ മുമ്പിൽ വിറയോടെ അല്ലാതെ സമപ്രായക്കാർ പോലും നിൽക്കില്ല. അവിടെ പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈ തോളത്ത് കയറിയിരിക്കുന്ന സ്വാതന്ത്ര്യമല്ല, പരസ്പരമുള്ള മനസ്സിലാക്കൽ. അതിൻ്റെ തീവ്രത മനസ്സിലാക്കണമെങ്കിൽ ഒരു സന്ദർഭം പറയാം. ഭാനുമതി അമ്മയെ കുമാരനാശാൻ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്ന കാര്യം. ആശാന് സഹോദരങ്ങളോട് നല്ല അടുപ്പമുണ്ടായിരുന്നു. ആ സഹോദരങ്ങളൊക്കെ നല്ല കലാരസികന്മാരും ഒക്കെ ആയിരുന്നു, അധ്യാപകരും ഒക്കെ ആയിരുന്നു. ഒരാൾ ഹെഡ് മാസ്റ്ററും ആയിരുന്നു. പലരും കരുതുന്നത് പോലെ ഈ ദരിദ്ര ഭവനമൊന്നും അല്ലായിരുന്നു ആശാന്റെ, സമ്പന്ന ഭവനമായിരുന്നു, അതിസമ്പന്നമല്ല എന്ന് മാത്രം. കൂടെ കൂടെ സന്ദർശിക്കുമായിരുന്ന അവരോട് പോലും ആശാൻ ഈ കാര്യം പങ്കുവച്ചില്ല. സഹോദരൻ അയ്യപ്പനോടാണ് ഈ കാര്യം ആശാൻ തുറന്ന് സംസാരിച്ചത്. സഹോദരൻ അയ്യപ്പനാണ് മുമ്പ് പറഞ്ഞ പി മാധവൻ വൈദ്യരോട് ഈ കാര്യം പറയുന്നത്. മാധവൻ വൈദ്യരുടെ അച്ഛൻ്റെ അനിയന്റെ മകളെയാണ് ആശാൻ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഡോക്ടർ പൽപുവിൻ്റെ അച്ഛൻ്റെ അനിയന്റെ മകൾ എന്ന് പറയുമ്പോൾ ഡോക്ടർ പൽപുവിൻ്റെ അളിയനാണ് കുമാരനാശാൻ എന്ന് നട്ട്
സങ്കല്പത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കുക. വലിയ പൊട്ടിത്തെറി ഉണ്ടായേക്കാം. അതിനെ വളരെ സമർത്ഥമായി, ഒരു വിവാദം ഉണ്ടാകാതെ എല്ലാവരുടെയും സമ്മതം എന്ന് പറഞ്ഞാൽ വിസമ്മതമില്ലാതെ ആ വിവാഹം നടക്കുന്നതിന് ഇടനില നിന്നത് സഹോദരൻ അയ്യപ്പനാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത്ര നയമുണ്ടായിരുന്നു. അതിലുപരി അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത അത് ഏവർക്കും ബോധ്യപ്പെടുമായിരുന്നു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന ആത്മാർത്ഥതയാണ് ഇത്രയും സ്വാധീനം അതിലുണ്ടാക്കുന്നത്. അങ്ങനെ ഭാനുമതി അമ്മയെ കെട്ടി ആ കൈതമുക്കിലുള്ള വീട്ടിൽ, തോന്നയ്ക്കലല്ല, അത് പിന്നീടാണ് സംഘടിപ്പിക്കുന്നത്, അവിടെയൊക്കെ വീടുണ്ടാകുന്നത്. ആ കൈതമുക്കിലെ വീട്ടിൽ ആ ദമ്പതികൾക്ക് കഷ്ടിച്ച് കഴിഞ്ഞുകൂടാനുള്ള സൗകര്യമേ ഉള്ളൂ. സഹോദരൻ അയ്യപ്പൻ മറ്റൊരു താമസ സ്ഥലത്തേക്ക് മാറുകയാണ്, അനുവാദത്തോടെ തന്നെ, അല്ലാതെ നിവൃത്തിയില്ല. അയ്യപ്പനെ വിടാൻ ഒട്ടും മനസ്സില്ലായിരുന്നു ആശാന്, പക്ഷേ നിവൃത്തിയില്ല. ഭാനുമതി അമ്മയാണെങ്കിൽ വിളിച്ചുകൊണ്ട് പോവാ എന്ന് ശല്യം ചെയ്യുമായിരുന്നെന്നാണ് പറയുന്നത്. അത്ര ഇഷ്ടമായിരുന്നു ആ കുറഞ്ഞ കാലത്തിന്. അദ്ദേഹം പെട്ടിയെടുത്ത് പോയി കഴിഞ്ഞു. കുറേ നേരം മൗനമായിട്ടിരുന്നു. ഭാനുമതി അമ്മ ചെന്ന് ചോദിക്കുന്നു, എന്തേ? അപ്പോൾ ആശാൻ പറയുകയാണ്, ഈ വീടിൻ്റെ വിളക്ക് പോയി. സഹോദരനെ ഇപ്പം പോയതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ വീടിൻ്റെ വിളക്ക് പോയി. ആശാനെ നമുക്ക് അല്പമെങ്കിലും അറിയാമെങ്കിൽ ആശാൻ സഹോദരനയ്യപ്പനോട് കാണിച്ച ഈ പ്രത്യേക വാത്സല്യം മതി സഹോദരനയ്യപ്പൻ്റെ ആ വ്യക്തിപ്രഭാവം എത്ര ഉന്നതമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. നോക്കൂ, നളിനി വീണഭൂവിന് ശേഷം ഈ പരമ്പരാഗതമായ ആ നിയമങ്ങളെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് പുതിയൊരു സൃഷ്ടി വരികയാണ് ആശാനിൽ നിന്നും. ആ നളിനിക്ക് ഒരു വ്യാഖ്യാനം വേണ്ടി വന്നു. എന്തുകൊണ്ടെന്നാൽ പുതിയൊരു സരണിയിലൂടെയാണ് അത് പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് ഈ പലർക്കും ദുർഗ്രഹമാണെങ്കിലും സാമാന്യ ജനങ്ങളും അത് ആർത്തിയോടെ പാടുന്നുണ്ട്, കാണാതെ പഠിക്കുന്നുണ്ട്. ആ കേരളവർമ്മ വലിയോയി തമ്പുരാൻ, അദ്ദേഹമാണ് അതിന് അവതാരിക എഴുതിയതെന്ന് ഓർക്കണം. അവിടെ നളിനിക്ക് വ്യാഖ്യാനം എഴുതുവാൻ എന്ന് പറയുമ്പോൾ, ഇത് ഇന്നത്തെ പോലെ നീണ്ട വ്യാഖ്യാനങ്ങളൊന്നും അന്നില്ല, ടിപ്പണി ഇങ്ങനെ കൊടുക്കുകയുള്ളൂ. ആശാൻ ചുമതലപ്പെടുത്തുന്നത് സഹോദരൻ അയ്യപ്പനെയാണ്. ആ പ്രായത്തിൽ ആശാൻ മനസ്സിൽ എന്ത് കണ്ടോ അത് അപ്പടി തന്നെ എഴുതാൻ കഴിയുമെന്ന് ആശാൻ വിശ്വസിച്ചത് ഈ സഹോദരൻ അയ്യപ്പനെയാണ്. അപ്പൊ ആ നിലയിൽ ആ സഹോദരൻ അയ്യപ്പനിലെ പ്രതിഭ എത്ര വലുതായിരുന്നു എന്ന് ഓർക്കുക. ആശാന്റെ മരണശേഷം ഭാനുമതി അമ്മയാണ് ഈ ആശാന്റെ സ്വോത്ര കൃതികളെല്ലാം സമാഹരിച്ച്
സ്തോത്ര കൃതികൾ എന്ന ഒരു പ്രത്യേക ഖണ്ഡമായി അതിനെ പ്രസിദ്ധീകരിക്കുന്നത്. ആശാൻ കടന്നുപോയി അപ്പോഴേക്കും. ആ സ്തോത്ര കൃതികൾക്ക് ദീർഘമായ ഒരു അവതാരിക എഴുതിപ്പിക്കുന്നത് സഹോദരനയ്യപ്പനെ കൊണ്ടാണ്. ഈ സഹോദരനയ്യപ്പനെയാണ് യുക്തിവാദി എന്ന് നമ്മളിൽ പലരും വിളിക്കുന്നത്. അതിലേക്ക് കടന്ന വിഷയം മാറിപ്പോകും. അതുകൊണ്ട് അതിലേക്ക് ഇപ്പം കടക്കുന്നില്ല. അപ്പൊ ആധ്യാത്മികതയെക്കുറിച്ചും ഭക്തിമാർഗത്തെക്കുറിച്ചും അതിൻ്റെ ആ പാരമ്പര്യത്തെക്കുറിച്ചും എത്ര ആഴത്തിൽ അദ്ദേഹത്തിന് ഗ്രാഹ്യമുണ്ടായിരുന്നുവെന്ന് ആ അവതാരിക വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. നോക്കൂ സഹോദരങ്ങളെ, അദ്ദേഹം വളരെ വൈകിയാണ് വിവാഹം കഴിക്കുന്നത്. 1889 ജനിച്ച അദ്ദേഹത്തിന്റെ വിവാഹം നടന്നത് 1930 പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. 41 വയസ്സിൽ. അത്രയും കാലം അദ്ദേഹം എന്തെടുക്കുകയായിരുന്നു? അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ ശേഷി വെച്ച് ആണെങ്കിൽ BA അദ്ദേഹം പൂർത്തിയാക്കിയെന്ന് ഓർക്കണം. കൊച്ചിയായിരുന്നു അദ്ദേഹത്തിന്റെ ദേശമെന്ന് ഓർക്കണം. പരിഷ്കൃതാശയനായ ഒരു ദിവാന്റെ കാലമായിരുന്നു എന്ന് ഓർക്കണം. അദ്ദേഹം ആ വഴിക്ക് പോയിരുന്നു എങ്കിൽ നല്ലൊരു പദവിയിൽ, ഔദ്യോഗിക പദവിയിൽ അദ്ദേഹം ശോഭിക്കുമായിരുന്നു. ചില സഹപ്രവർത്തകരൊക്കെ പറയുന്നത് അദ്ദേഹം ചീഫ് സെക്രട്ടറി ആകുമായിരുന്നു എന്നാണ്. അത്ര ഭരണ നിപുണനായിരുന്നു അദ്ദേഹം. അത് പിന്നീട് തെളിയുന്നുണ്ട്. എങ്ങനെ? ഈ കൊച്ചി രാജ്യത്തിലെ മന്ത്രിയാകുന്നുണ്ട് അദ്ദേഹം. 49 തിരുവിതാംകൂറും കൊച്ചി ഒന്നാകുന്നുണ്ട്. ആ തിരുക്കൊച്ചി സംയോജനം നടന്നപ്പോൾ അതിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ കാലം വളരെ മോശമായിരുന്നു. 2ാം ലോകമഹായുദ്ധത്തിന്റെ കെടുതികൾ നാടാകെ ബാധിച്ചിരിക്കുകയാണ്. അതിൻ്റെതായ കുറെ അധികം ഞെരുക്കങ്ങളുണ്ട്. ഒരു മന്ത്രിസഭ കൂടിയപ്പോൾ ഗവൺമെന്റിന്റെ ചെലവ് ചുരുക്കുന്നതിലേക്ക് കുറെ അധികം തസ്തികകൾ തൽക്കാലം മരവിപ്പിക്കാം, വെട്ടിച്ചുരുക്കാമെന്ന് തീരുമാനം. 5 അംഗ മന്ത്രിസഭയായിരുന്നു. അവിടെ സഹോദരനയ്യപ്പൻ പറഞ്ഞു, അത് ഈ ഉദ്യോഗ തസ്തികകൾ മാത്രം ചുരുക്കിയാൽ പോരാ, ഒരു മന്ത്രിസ്ഥാനവും കൂടി നമുക്ക് ചുരുക്കിക്കൂടെ? ചിന്തിക്കാൻ അവസരം കൊടുത്തില്ല. അദ്ദേഹം തന്നെ ആ മന്ത്രിസഭയിൽ നിന്ന് പിന്മാറുന്നു. ഞെട്ടിച്ചുകൊണ്ട്, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്. അദ്ദേഹം ഈ കൂടുതൽ തത്രപ്പെടുന്നതായിട്ട് കാണുന്നില്ല. ഈ തിരക്ക് അദ്ദേഹത്തിന്റെ നടപടികളിൽ കാണുന്നില്ല. പക്ഷേ നല്ല സൂക്ഷ്മതയോടെ, കൃത്യതയോടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ നീക്കം. ഒരു ജനനായകനെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്.
നോക്കണം, SNDP യോഗത്തിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് അദ്ദേഹം ഈ മന്ത്രിസ്ഥാനത്തേക്കൊക്കെ വരുന്നത്. ഇതുപോലെ നാട്ടിൽ അംഗീകാരം നേടിയ ഒരാളെ യോഗത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ അതും ഒരു സ്ഥാനമോഹവും മനസ്സിൽ പോലും ആഗ്രഹിക്കാത്ത ഒരാൾ. സഹോദരനയ്യപ്പൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരു കാലത്ത് ഈ സംഘടനയുടെ ഉപകാര്യദർശിയായി കൊണ്ടുവരാൻ തീരുമാനിക്കുന്നുണ്ട് C. കേശവനെ. സഹോദരനയ്യപ്പൻ അതിന് പിടികൊടുക്കുന്നില്ല. അദ്ദേഹം തനതായ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിപ്പോകുന്നു എന്ന് മാത്രം. എന്നാൽ സംഘടനയുടെ നിത്യ സഹചാരിയുമായിരുന്നു. സ്വാമി തൃപ്പാദങ്ങളുടെ നിയോഗം അത് ഏറ്റെടുക്കുന്നയാളുമായിരുന്നു. മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത ഒരു കാര്യം, അന്ന് ഒരു കാർ അനുവദിച്ചിരുന്നു. മന്ത്രിമാർക്ക് കാർ അനുവദിക്കപ്പെട്ടിരുന്നു. അന്നത്തെ വാഹനമല്ലേ, ഈ പുക തുപ്പുന്ന കാറാണ്. ഔദ്യോഗിക ആവശ്യത്തിനല്ലാതെ അദ്ദേഹം ആ കാർ ഉപയോഗിച്ചിട്ടില്ല. അത് വിശ്വസിക്കില്ല ആരും തന്നെ. എന്നാൽ അത് സത്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാര്യാലയത്തിൽ ആ കാർ കിടക്കും. ഔദ്യോഗിക കാര്യത്തിന് വല്ലയിടത്തും പോകണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് കയറിപ്പോയി ആ കാർ അവിടെ കൊണ്ടുപോയിട്ടിട്ട് മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്ക് അദ്ദേഹം പോകുന്നത് സാധാരണ യാത്രാ മാർഗങ്ങൾ ഉപയോഗിച്ച. ഇങ്ങനെ ഒരു മന്ത്രിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? കുടുംബ പശ്ചാത്തലം നമ്മൾ കണ്ടു. ഇദ്ദേഹത്തിന്റെ വീട് നിലനിന്ന് പോയത് പാർവതി അമ്മ അധ്യാപികയായതുകൊണ്ടാണ്. ഇവർ നേരത്തെ പരിചയക്കാരായിരുന്നു. ഗുരുദേവന്റെ ഒരു ഗണനീയ ഗൃഹസ്ഥ ശിഷ്യനായിരുന്ന EK അയ്യാക്കുട്ടി ഗുരുദേവന്റെ ഒരു സന്ദർഭത്തിൽ ഗുരുദേവന്റെ ചരിത്രം എഴുതിയ ആളാണ്. ലഘു ചരിത്രം. അദ്ദേഹത്തിന്റെ മകളായിരുന്നു പാർവതി അമ്മ. അദ്ദേഹവും ബുദ്ധമതത്തോടൊരു ചായ്വ് ഉണ്ടായിരുന്ന ഒരാളാണ്. സഹോദരനയ്യപ്പനും ഏതാണ്ട് അതുപോലെ ആയിരുന്നു. അപ്പൊ ഈ സഹോദരൻ പത്രമൊക്കെ തുടങ്ങി, സഹോദര പ്രസ്ഥാനത്തിന്റെ പല പ്രവർത്തനങ്ങളും തുടങ്ങി. അതൊക്കെയായി ബന്ധപ്പെട്ട് പല ആലോചനകൾക്കും ഒക്കെ അയ്യാക്കുട്ടിയുടെ വീട്ടിലെത്തുമ്പോൾ പാർവതി അമ്മയായി പരിചയമായി, മകളുമായും പരിചയമായി. സഹോദരനയ്യപ്പനെ കുറിച്ച് ഇങ്ങനെ ഒരു യുവാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന പുരോഗമന പ്രവർത്തനങ്ങളെക്കുറിച്ച് വാചാലമായി അച്ഛൻ സംസാരിക്കുന്നത് ഈ മകൾ കേട്ടിട്ടുണ്ട്. അവരും നല്ല പുരോഗമന ചിന്താഗതി വെച്ച് പുലർത്തുന്നയാളായിരുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു പ്രത്യക്ഷ സ്മാരകമായിട്ട് ഇപ്പോഴും ആലുവ ശ്രീനാരായണഗിരി ആ മഹത് സ്ഥാപനം പ്രവർത്തിക്കുന്നു. സഹോദരനയ്യപ്പൻ ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ ജീവനാഡി എന്ന് പറയുന്നത് പാർവതിയമ്മയായിരുന്നു.
ഏതാണ്ട് ഇവർ പരിചയമായതിനു ശേഷം ഇവർ ഉള്ളാലെ അടുത്തു, ഒന്നിച്ച് ജീവിക്കുവാനും തീരുമാനിച്ചു. പക്ഷേ അന്നത്തെ കാലമാണെന്ന് ഓർക്കണം, വളരെ ചെറുപ്പത്തിലെ കല്യാണം കഴിപ്പിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ ഇവർ തിടുക്കം കൂട്ടുന്നില്ല. അവർ ഒരു പ്രത്യേക ഒരു ലക്ഷ്യത്തോടെ ശ്രീലങ്കയിലേക്ക് 2 കൊല്ലത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂടി കുറെ അധികം അനുഭവ സമ്പത്ത് അവർ നേടുന്നുണ്ട്. തിരിച്ചു വന്ന് വീണ്ടും അധ്യാപക വൃത്തിയിലേക്ക് കടക്കുകയാണ്. അതിന് ഒരു മാന്യമായ ഒരു ശമ്പളവും ഉണ്ടായിരുന്നു. അവിടെ പോലും വളരെ കൈയടക്കത്തോടെ ആണ് ആ ഗൃഹം നടന്നു പോയിക്കൊണ്ടിരുന്നത്. അത് സുവർണയ്യപ്പന്റെ മകൾ അവർ മരിച്ചുപോയി, ഐഷ ഗോപാലകൃഷ്ണൻ എന്ന് പറയും. അവരൊക്കെ അനുസ്മരിക്കുന്നത് കേട്ടാൽ വളരെ വിഷമം തോന്നും. സ്വന്തമായൊരു വീടില്ലായിരുന്നു. വാടക വീട്ടിലേക്കാണ് ഈ സമ്പന്ന ഗൃഹത്തിലെ പാർവതി അമ്മയെ കൊണ്ടിരുന്നത്. അതിസമ്പന്ന വീട്. പക്ഷേ നിസ്വനായ ഈ മനുഷ്യനോടൊപ്പം വസിക്കുന്നതിന് പാർവതി അമ്മയ്ക്ക് യാതൊരു വൈമുഖ്യവും ഉണ്ടായിരുന്നില്ല. തനിക്ക് കൈവന്ന വിലപ്പെട്ട നിധി പോലെയാണ് അയ്യപ്പനെ അവർ കണ്ടത്. എന്തായിരുന്നു അവർ തമ്മിലുള്ള മനപ്പൊരുത്തം? അതവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഈ വാദപ്രതിവാദവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ഈ നേരം പോക്കുകളും, എപ്പോഴും വീട് നല്ല സജീവമായിരിക്കും. സ്വതന്ത്ര ചിന്തയെ ഇതുപോലെ അനുവദിച്ച ഒരു മനുഷ്യൻ. ഒന്നും കെട്ടിയേപ്പിക്കില്ല, അടിച്ചേപ്പിക്കില്ല. സഹോദരൻ അയ്യപ്പൻ മന്ത്രിയായിരുന്നപ്പോ അദ്ദേഹത്തിന് ഒരു പുത്രനെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പുത്രി ഒരു പുത്രന്. അദ്ദേഹത്തിന്റെ പുത്രന്റെ പേര് സുഗതൻ. അദ്ദേഹവും 2 കൊല്ലം മുമ്പ് മരിച്ചുപോയി. പന്നി ഒളിവിലും തെളിവിലില്ല ഒളിവിലൊക്കെ ആയിട്ടാണ് ഈ മറ്റേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അവർ മുറുക്കിയിരുന്ന ഒരു രംഗമാണ് ഈ കലാശാലകൾ. വിദ്യാർത്ഥികളെ ബൗദ്ധികമായിട്ട് സ്വാധീനിക്കുക. അതിൽ പെട്ടുപോകുന്നുണ്ട് സുഗതൻ. ഇവിടെ ഓർത്താ വളരെ രസമാണ്. സഹോദരൻ അയ്യപ്പൻ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. പക്ഷേ കമ്മ്യൂണിസത്തെ പറ്റി കേരളം ആദ്യം കേട്ടത് ഈ കേസരി ബാലകൃഷ്ണപിള്ളയിൽ നിന്നും സഹോദരൻ അയ്യപ്പനിൽ നിന്നുമാണ്. ഏതാണ്ട് സമകാലീനരായിരുന്നു ഇവർ. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് താൻ ആദ്യമായി അറിഞ്ഞത് സഹോദരൻ അയ്യപ്പന്റെ സഹോദരൻ പത്രത്തിലായിരുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, സാക്ഷാൽ EMS തന്നെയാണ്. അതൊരു പ്രസംഗത്തിൽ പറഞ്ഞതായിരുന്നെങ്കിൽ നമുക്ക് തള്ളിക്കളയാമായിരുന്നു, ഈ ഭംഗിവാക്കുകൾ പറയും. പക്ഷെ അങ്ങനല്ല, എഴുതിയിരിക്കുന്നതാണ്. ലെനിന്റെ പടം ആദ്യമായി മലയാളക്കര കാണുന്നത് സഹോദരൻ പത്രത്തിലൂടെയാണ്. നമ്മൾ ഈ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ വാടപ്പുറം ബാബ എന്നൊക്കെ പറയും, ഉള്ളത് തന്നെ. രോമാഞ്ചമുണ്ടാക്കുന്ന ഒരു ചരിത്രമാണതൊക്കെ.
പക്ഷേ ആദി വൈപ്പിൻ തൊഴിലാളി യൂണിയൻ എന്നൊരു തൊഴിലാളി പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് സഹോദരൻ അയ്യപ്പൻ സംഘടിപ്പിച്ചതാണ്. തൊഴിലാളികൾക്ക് വേണ്ടി ആദ്യമായി മലയാളക്കരയിലുണ്ടായ ഒരു പത്രം, അതിൻ്റെ പേര് വേലക്കാരൻ. സഹോദരൻ അയ്യപ്പൻ നടത്തിയിരുന്ന പത്രമാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പലതും മലയാളക്കര പരിചയിക്കുന്നത് സഹോദരൻ അയ്യപ്പന്റെ കുറിപ്പുകളിലൂടെ. അന്നത്തെ കാലത്ത് അത്രയും ദൂരദേശങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ എത്ര അന്വേഷണ ബുദ്ധി സഹോദരൻ അയ്യപ്പൻ ഉണ്ടായിരുന്നു. പക്ഷേ സഹോദരൻ അയ്യപ്പൻ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് സഹചാരിയായിരുന്നില്ല. ഇനി ഒരു അത്ഭുതം, നമുക്ക് സഖാക്കൾ ധാരാളമുണ്ട്. സഖാക്കളെ എന്നൊരു പ്രയോഗം മലയാളത്തിൽ ആദ്യമായി കേൾക്കുന്നത് സഹോദരൻ അയ്യപ്പന്റെ കവിതയിലൂടെയാണ്. റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആ രീതിയിലൊരു സാമൂഹ്യ പരിവർത്തനം ഇവിടെ ഉണ്ടാക്കുവാൻ സഹോദരൻ അയ്യപ്പൻ ആഹ്വാനം ചെയ്യുന്നത് ഈഴവരെയാണെന്നുള്ളത് അതും ഒരു അത്ഭുതം. ഈഴവോത്ബോധനം എന്നാണ് ആ കവിതയുടെ പേര്. അങ്ങനെ ഇടാൻ കാരണം ആശാനോടൊപ്പം താമസിച്ചപ്പോ ഈ എരിവുകയറ്റുമായിരുന്നു സഹോദരൻ അയ്യപ്പൻ ആശാനെ. ആശാന്റെ സ്വഭാവത്തിന് പൊട്ടിത്തെറിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഇടപെടിയിലൊന്നും ആശാൻ അത്ര ഹിതകരമായിരുന്നില്ല. പക്ഷേ സഹോദരൻ അയ്യപ്പൻ എരിവുകയറ്റിയാൽ അയ്യോ അങ്ങ് വഴങ്ങുകയാണ് ആശാൻ. നോക്കണം ഒരു തമ്മിലുള്ള അടുപ്പം. അയ്യപ്പൻ എന്തും തുറന്നു പറയുമായിരുന്നു. ഒരു വേള ഈ ഭാനുമതി അമ്മയുടെ സഹോദരൻ ഒരു സദാശിവനുണ്ട്, ഡോക്ടർ പൽപുവിന്റെ അച്ഛന്റെ അനിയൻ കുമാരൂർ റൈറ്റർ. അദ്ദേഹം 15 കൊല്ലത്തോളം SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്ന് ഓർക്കണം. ഡോക്ടർ പൽപു പോലും ഒരു തവണയോ മറ്റോ ഇരുന്നിട്ടുള്ളൂ. അദ്ദേഹമായിരുന്നു SNDP യോഗത്തിന്റെ ഓഡിറ്റർ എന്ന് ഓർക്കണം. ഈ കണക്കുകളും കമ്പനി നിയമങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് ഈ കുമാരൂർ റൈറ്ററാണ് നിർണായക സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അതെല്ലാം നിർവഹിച്ചത്. അപ്പൊ ആ നിലയ്ക്ക് ആശാൻ ആ വീടുമായിട്ട് നല്ല സമ്പർക്കം ഉണ്ടായിരുന്നു. അങ്ങനെ സദാശിവനുമായിട്ടും വലിയ അടുപ്പത്തിലായി. സഹോദരൻ അയ്യപ്പൻ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യമായി. ഇവര് 3 പേരും കൂടി ഇരുന്ന് കവിതാസ്വാദനമൊക്കെ നടത്തുമ്പോൾ സദാശിവന് അല്പം പേടിയുണ്ട്. സഹോദരൻ അയ്യപ്പനെ കിള്ളും. ആശാൻ ഇത് കാണും. കണ്ണ് തുറന്നില്ലേലും ആശാൻ ഇതൊക്കെ അറിയാം. എന്തേ? അപ്പം സഹോദരൻ അയ്യപ്പൻ തുറന്നു പറയും, കവിതയൊക്കെ കൊള്ളാം, അതെല്ലാം നല്ല രസമായിരിക്കുന്നു, നല്ല സമ്പുഷ്ടമായിരിക്കുന്നു, അർത്ഥസമ്പുഷ്ടമായിരിക്കുന്നു. പക്ഷെ ഉശിരു പോരാ. ആശാൻ അല്പം ഗൗരവത്തിൽ വരെ നോക്കി. തീക്ഷ്ണമായ കണ്ണുകൾ. പിന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉശിരുള്ള കവിത എഴുതാൻ അത് സ്വീകരിക്കുമോ? ഓ, ഇവരും വല്ലാണ്ടായി.
തറപ്പിച്ച് നോക്കി. പിന്നെ ഏതാനും ദിവസം കഴിയുമ്പോൾ ഒരു വേള ഒരു പേപ്പർ എടുത്ത് നീട്ടുകയാണ് ഈ കുഞ്ഞനുജന്മാർക്ക്. നോക്കൂ, അങ്ങനെ ഉണ്ടായതാണ് പരിവർത്തനം എന്ന കവിത. പരിവർത്തനം, ഇതൊക്കെ നമ്മൾ വായിച്ചു നോക്കേണ്ടതാണ്. സൂര്യനാണ് അതിലെ നായകൻ പുറമേ നോക്കുമ്പോൾ. പക്ഷേ ആ സൂര്യനായി ആശാൻ സങ്കല്പിച്ചത് പുതിയൊരു ഉദയത്തിന്റെ നാന്ദിയായി സൂര്യനാണല്ലോ ഉദിക്കുക. ഈ മലയാളക്കരയിൽ പുതിയ ഒരു പരിവർത്തനത്തിന്റെ ഒരു സൂര്യോദയമായി ആശാൻ അവതരിപ്പിച്ച ആ മനുഷ്യൻ സാക്ഷാൽ സഹോദരൻ അയ്യപ്പനാണ്. പരിവർത്തനം എന്ന കവിത അറിയാവുന്നവർ അതൊന്നെടുത്ത് വായിച്ചു നോക്കുക. സഹോദരൻ അയ്യപ്പനാണ് അതിലെ സൂര്യൻ. നോക്കൂ, എത്ര വിപ്ലവ സ്വഭാവമാണ് അതിനുള്ളത്. ഒരു ഉദ്ബോധനം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന ആ പദ്യം ഉൾക്കൊള്ളുന്ന കവിത. ഒരുപക്ഷെ ഈ രണ്ട് സഹോദരങ്ങളുടെ പ്രേരണയില്ലായിരുന്നു എങ്കിൽ അതുണ്ടാവില്ല. സ്ത്രീ സ്വാതന്ത്ര്യം, അതിനെ മുൻനിർത്തി സഹോദരനയ്യപ്പൻ രചിച്ച കവിതകൾ. ഇവിടെ ആശാനും ശിഷ്യനും തമ്മിൽ മത്സരിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോവും ചില വേളകളിൽ. സഹോദരനയ്യപ്പൻ എന്തൊക്കെയോ രചിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാം. അതിലേതായാലും രണ്ടെണ്ണം അത്യാവശ്യം എല്ലാവർക്കും അറിയാം. എന്താണ്? ഈ മരണാനന്തര പ്രാർത്ഥന, ദൈവമേ സച്ചിദാനന്ദ, അത് സർവത്രിയമായിട്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നു. പിന്നെ ഗുരുദേവന്റെ ഈ സമാധിഗാനം, ജരാരുജാമൃതി ഭയമിഴ ശുദ്ധ യശോ നിർവാണത്തേടഞ്ഞ സദ്ഗുരു. പിന്നെ ചിലതിൻ്റെയൊക്കെ അറ്റവും മുറിയൊക്കെ അറിയാം. 72 കവിതകൾ സഹോദരനയ്യപ്പൻ രചിച്ചിട്ടുണ്ട്. ചിലതൊക്കെ അല്പം ദീർഘങ്ങളാണ്. ഒരിക്കലും കവി എന്ന് സഹോദരനയ്യപ്പൻ അറിയപ്പെടുന്നില്ല. ആ കവിത്വത്തിലൂടെയുള്ള ഒരു യശസ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുമില്ല. അദ്ദേഹം അത് തുറന്നു പറയുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് പറയാനുള്ള ഒരു മാർഗമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കവിത. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ചിലതൊക്കെ ഈ ഈ തിരുത്തൽ എന്ന് പറയുമ്പോൾ ചക്രവർത്തിയെ ഉപദേശിച്ചുകൊണ്ട് ഉള്ള കവിതയുണ്ട്. കാലം മാറി. ഈ പഴയ ഈ മാമൂലിലൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കാതെ ജനാധിപത്യത്തിന്റെ സൂര്യൻ ഉദിച്ചു പല നാടുകളിലും. അതൊക്കെ കണ്ണു തുറന്ന് കാണണം. ഈ രീതിയിലൊക്കെയാണ് ഉപദേശം. ചിത്തിരത്തിരുനാള് ബാല്യം വിടാഞ്ഞതുകൊണ്ട് റീജന്റ് ഭരണമായിരുന്നു. ഇതൊക്കെ ചരിത്രമാണ്. അവിടെ റാണി സന്ദേശം എന്നും പറഞ്ഞ് അല്പം ദീർഘമായൊരു കവിതയുണ്ട്. റാണിക്ക് ഉപദേശം കൊടുക്കുകയാണ്. അതിൽ പറയുന്നത്, കുമാരൻ ഇതാ
വളർന്നു തുടങ്ങുന്നതേ ഉള്ളൂ. രാജ്യഭാരമേൽക്കുമ്പോഴേക്കും ആ കുമാരനെ എന്തെല്ലാം പഠിപ്പിക്കണം, എങ്ങനെയൊക്കെ പഠിപ്പിക്കണം എന്നുവരെ അതിനകത്ത് ഉപദേശം കൊടുക്കുകയാണ്. കുറിക്കുകൊള്ളുന്നതാണ് ഓരോ പ്രയോഗവും. വ്രണപ്പെടുത്തുന്നതല്ല കേട്ടോ, ഉപദേശം തന്നെയാണ്. ഹോ, ഇങ്ങനെ ഒരു മനുഷ്യൻ. അദ്ദേഹമാണ് 1945 ഒരു ചരിത്രം സൃഷ്ടിക്കുന്നത്. കൊച്ചി SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരവകാശ പ്രഖ്യാപനം നടത്തുകയാണ്. ആ അവകാശ പ്രഖ്യാപനം 1945 നടത്തുന്നതെന്ന് ഓർക്കണം. ഭരണഘടനാ നിർമ്മാണ സഭ ആയി വരുന്നതേയുള്ളൂ. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇനിയും 2-3 കൊല്ലം കൂടെ കാത്തിരിക്കണം. അതിനു മുമ്പ് പൗരാവകാശങ്ങളെക്കുറിച്ച്, അത് അടിത്തട്ട് മുതൽ മുകൾ തട്ട് വരെ ഒരു പൗരനായി ഇവിടെ ജീവിക്കുമ്പോൾ എന്തിനെല്ലാം നമുക്ക് അർഹതയുണ്ട്, എന്തെല്ലാം അവകാശങ്ങളുണ്ട്, അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. അത് സ്പർശിക്കാത്ത മേഖലകളില്ല. അത് വിദ്യാഭ്യാസ രംഗം, ഈ വ്യവസായ രംഗം, തോട്ടരംഗം, ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അവിടെയെല്ലാം ഏതെല്ലാം തരത്തിൽ പരിവർത്തനം വരുത്തണം. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ്. ഇന്നും എല്ലാ മേഖലയിലും നടപ്പായിട്ടില്ല. പുരുഷന്മാർക്കുള്ള കൂലിയാണോ സ്ത്രീകൾക്കുള്ളത്? സർവീസിൽ, സർക്കാർ സർവീസിൽ കാണും, സാധാരണ തൊഴിൽ മേഖലകളിലുള്ളതാണ്. അന്നത്തെ കാലത്ത് തുല്യനീതിക്ക് തുല്യവേതനം, ഇതുപോലെ എല്ലാ രംഗങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരവകാശ പ്രഖ്യാപനം. ആ സന്ദർഭത്തിൽ തന്നെയാണ് സമുദായ ഗാനം SNDP യോഗത്തിന്റെ ഒരു മുദ്രാവാക്യം എന്ന് വേണേൽ അതിനെ പറയാം. അതിൻ്റെ ലക്ഷ്യപ്രഖ്യാപനം നമ്മുടെ സംഘടനാ പരിപാടികളിലെല്ലാം മുഴങ്ങേണ്ട ഒരു ഗാനമാണ്. ഭാരതത്തിന് ദേശീയ ഗാനം എന്നതുപോലെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും പാടേണ്ട ഒരു ഗാനമാണ്. ആര് സ്വീകരിച്ചു? അതറിയാവുന്നവർ ചുരുക്കം പേരൊക്കെ ഇല്ലെന്നില്ല. പക്ഷേ എത്ര സമ്പന്നമായിരുന്നു നമ്മുടെ പ്രസ്ഥാനത്തിന് പൂർവചരിത്രം. ഉണരുണരിൻ സഹചരേ, പുതുയുഗത്തിൻ പുലരിയായി, ഉണരിനെങ്ങുമേ വരും ഉണരിൻ കൂട്ടം കൂട്ടമായി, ഒരുമയോട് സംഘടിച്ചൊരെതിരെഴാത്ത ശക്തിയായി, ഇവിടെ നമ്മൾ അടിയുറച്ചു കരളുറച്ചു നിൽക്കണം. മനുജഭേദമടി തകർന്നു സമതയെങ്ങും വായിക്കണം. അതിനുവേണ്ടി ഇടവിടാതെ ചുണവിടാതെ പൊരുതണം. മനുജരേഖ ജാതിയെന്നു ഗുരുപുരച്ച ശാസനം, മനുജരാകെ അനുസരിച്ചു ധരണി ധന്യമാകണം. ഇങ്ങനെ ഇത് പോവുകയാണ്. പ്രിയമുള്ളവരെ, എത്ര വിശാലമായിരുന്നു സഹോദരൻ അയ്യപ്പന്റെ ചിന്താമണ്ഡലം.
നമ്മൾ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോ ഒളിവിലും തെളിവിലും കലാശാലയിൽ സ്വാധീനം ചെലുത്തിയിരുന്ന സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയും. സഹോദരൻ അയ്യപ്പന്റെ മകൻ സുഗതനും അതിൽ അംഗമായി. ഭരണത്തിലെ വൈകല്യങ്ങൾ അവരെടുത്തു കാട്ടാൻ തുടങ്ങി. ഏതോ ഒരു തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഈ സ്റ്റുഡൻസ് ഫെഡറേഷൻ നടത്തിയ ഒരു തെരുവ് ജാഥയിൽ സുഗതനും പങ്കെടുത്തു. വൈകുന്നേരം സഹോദരനയ്യപ്പൻ വീട്ടിൽ വരുമ്പോ പാർവതിയമ്മയും സഹോദരിയും അല്പം അങ്കലാപ്പിലാണ്. അച്ഛനെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ട് മകൻ വന്നിരിക്കുന്നു. ഇനി അച്ഛൻ വരുമ്പോഴുള്ള പ്രതികരണം എന്താവും? അല്ലെങ്കിൽ ഇവൻ കാണിച്ചത് ശരിയോ? പതിവ് പോലെ അയ്യപ്പൻ വന്ന് കയറി പറഞ്ഞല്ലോ, ഈ കാറിലൊന്നും അല്ല വരുന്നത്, നടന്നോ ജഡ്കായിക്കോ ഒക്കെ കയറി വീട്ടിൽ വന്നു. തോർത്ത് വീശി ആവിയൊക്കെ ആറ്റി ചാരുസേരി ചാഞ്ഞു കിടന്ന് പിന്നെ ഒരു വിളിയാണ്, സുതമ്മോനെ. എന്താണേലും ഉള്ളൊന്ന് കാളി എല്ലാവരുടെയും. വന്നപ്പോ മുതലൊരു മൗനമായിരുന്നു. മകൻ വിറച്ച് മുന്നെ ചെന്നു. മുഖത്ത് ദേഷ്യമൊന്നുമില്ല. വളരെ പ്രസാദത്തോടെ മകനോട് പറയുകയാണ്, മോനെ, ഞാൻ മന്ത്രിസ്ഥാനം ഒഴിയണമെങ്കിൽ നിനക്കത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ പോരെ. അതിന് നീ തിരുവിക്കൂടെ നടന്നത് എന്തിനാ? ചൂളിപ്പോയി. എന്താ ഒഴിയണോ? നാളെ തന്നെ ഒഴിയാം. അച്ഛനെ ഏതാണ്ടൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടുണ്ടായിരുന്നു മകനെ. കണ്ണു കലങ്ങി. അതോടെ സുഗതൻ രാഷ്ട്രീയ പ്രവർത്തനവും നിർത്തി. ഇത്രയും വലിയൊരു മഹാന്റെ മകൻ, അദ്ദേഹം ഈ സ്റ്റുഡന്റ് ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെടുന്നത് അയ്യപ്പൻ അറിയാൻ മേലാഴിയൊന്നുമില്ല. പക്ഷെ തടയില്ല. അത്ര സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചത് കേവലം മകനെ ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ടായിരുന്നില്ല, ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു. അതറിയാവുന്നത് കൊണ്ടാണ് മകൻ അവിടുന്ന് മൗനമായി പിൻവാങ്ങിയത്. ഇതായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തിന്റെ ഈ ദീർഘവീക്ഷണത്തെക്കുറിച്ച് ഒരു കാര്യവും കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ തിരുക്കൊച്ചി ലയനത്തിന് മുമ്പാണെന്നാണ് ഓർമ്മ. ഇദ്ദേഹം അന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു ബില്ലുണ്ട്. ആ ബില്ല് അവതരിപ്പിച്ചപ്പോ ആർക്ക് കേൾക്കാൻ പോലും പറ്റിയില്ല. ഇന്നും അങ്ങനെയാണ്. അന്ന് കാർച്ചയും കുവിച്ചയും കാരണമാണ് കേൾക്കാത്തത്. അന്ന് അങ്ങനല്ല, പൊട്ടിച്ചിരി. ചിലരാണ് ലജ്ജിച്ച് ചിരിക്കുകയാണ്, ചിരി അങ്ങോട്ട് അടക്കാൻ പറ്റുന്നില്ല. അതുപോലെ കമന്ന് വീണ് ചിരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലത്തെ ചിരി പടർത്തിയ ഒരു ബില്ല്. അതെന്താണെന്നറിയുമോ? കുടുംബാസൂത്രണം. അതായിരുന്നു ബില്ല്. ഇങ്ങനെ ഒരു സങ്കല്പത്തെക്കുറിച്ച് അന്നത്തെ ലോകം ചിന്തിച്ചിട്ട് പോലുമില്ല. അദ്ദേഹം അതിലൂടെ അവതരിപ്പിച്ച കാര്യം എന്തെന്നറിയുമോ?
ഈ പോക്ക് പോയാൽ ഒരു നിശ്ചിത കാലം എത്തുമ്പോഴേക്കും ഇവിടെ നിന്ന് തിരിയാൻ ഇടയില്ലാതെ വരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുടുംബാസൂത്രണത്തെക്കുറിച്ച് ചിന്തിക്കണം, അത് നടപ്പാക്കണം. സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വായിച്ചത്. എല്ലാവരും ചിരിച്ചു തള്ളിയതേ ഉള്ളൂ. പക്ഷേ പതിറ്റാണ്ടുകൾ കഴിഞ്ഞില്ല, അതിനു മുമ്പ് വഴിയെ പോയവനെയൊക്കെ പിടിച്ച് ഇതൊക്കെ ചെയ്യേണ്ട സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായില്ലേ? ഈ ബാറ്റായും ബക്കറ്റും ഒക്കെ കൊടുത്ത് ആളുകളെ ആകർഷിക്കേണ്ട ഒരു സാഹചര്യം പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. നാം രണ്ട് നമുക്ക് രണ്ട് എന്നത് തീപ്പട്ടിയെ വരെ പരസ്യമായി. പക്ഷേ നോക്കൂ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചു. ഇന്ന് MG റോഡ് എത്ര വീതി ഉണ്ടെന്ന് അറിയത്തില്ല. ഇത് ഇപ്പൊ ആലുവയിൽ നിന്നൊക്കെയുള്ള ആളുകളുണ്ട് ഇതിനകത്ത്. എത്ര അടിയാണ് അതിന്റെ വീതി എന്നറിയത്തില്ല. അന്നത്തെ കാലത്ത് സഹോദരൻ അയ്യപ്പൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോ അദ്ദേഹം പ്ലാൻ ചെയ്തത് 100 അടി വീതിയാണ് അന്നത്തെ കാലത്ത്. ഇതെന്താണ്, പന്ത് കളിക്കാനാണോ എന്ന് പലരും ആക്ഷേപിച്ചു നിയമസഭയിൽ. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നത്തെ കൊച്ചി ആയിരിക്കില്ല ഇനിയത്തെ കൊച്ചി. ഇപ്പൊ എന്തു വേണ്ടി, ഞെരുങ്ങുകയാണ് അവിടെ. നോക്കൂ, ഏതാണ്ട് 10-75 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ദുരവസ്ഥ അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. സഹോദരൻ അയ്യപ്പൻ നമ്മളൊക്കെ അളന്നതിനപ്പുറത്താണ് സഹോദരങ്ങളെ. അദ്ദേഹം വിസ്മരിക്കപ്പെട്ടിട്ടില്ല. പല തരത്തിലും അദ്ദേഹം സ്മരിക്കപ്പെടുന്നുണ്ട്, യുക്തിവാദി പല രീതിയിലും. അത് പോരാ, അദ്ദേഹത്തിന്റെ സ്മരണാ ദിനങ്ങൾ ഒന്നുകൂടി സജീവമാകേണ്ടതുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, ജീവചരിത്ര ഗ്രന്ഥങ്ങൾ എല്ലാം ഇപ്പോഴും നമുക്ക് ലഭ്യമാണ്, വീണ്ടും വീണ്ടും ഇറങ്ങുന്നുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിപ്രഭാവത്തിൻ്റെയും കൂടി ഫലമാണ്, ഒരു തപസ്സിൻ്റെയും കൂടെ ഫലമാണ്. സൂര്യൻ ഉദിച്ചാലും ഗുഹയിലിരിക്കുന്നവന് അതനുഭവിക്കാൻ കഴിയാത്തതുപോലാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ കൂടുതൽ ഈ വക കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുവാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.